ഹായ് മക്കളെ, ഗുഡ് മോർണിംഗ്. എന്തെല്ലാവരുടെയും വർത്തമാനം? സുഖമല്ലേ? എല്ലാവർക്കും വളരെ സുഖമാണ് അല്ലേ എന്ന് കരുതുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കബീർദാസിൻ്റെ ദോഹയെക്കുറിച്ച് പഠിച്ചു. ഇന്ന് നമ്മൾ ആ ദോഹയ്ക്ക് ശേഷമുള്ള പാഠഭാഗമാണ് നമ്മൾ ടച്ച് ചെയ്യാൻ പോകുന്നത്. ആ 2 വരികളിലൂടെയാണ് ഒന്നാമത്തെ യൂണിറ്റിൻ്റെ തുടക്കം. ഇതിൽ സ്നേഹത്തിൻ്റെ മഹത്വത്തെയാണ് നമ്മുടെ ഈ കഥാകാരൻ വർണ്ണിച്ചിരിക്കുന്നത്. അതുപോലെ ഈ യൂണിറ്റിൻ്റെ ഫസ്റ്റ് പാഠത്തിൽ സ്നേഹത്തിൻ്റെ മഹത്വം കാണാൻ സാധിക്കും. നമുക്ക് അത് വായിച്ച് നോക്കുമ്പം മനസ്സിലാകുകയും ചെയ്യും. നമ്മുടെ പുതിയ ചാപ്റ്ററിൽ ആദ്യത്തെ പാഠത്തിൽ ആ സ്നേഹത്തിൻ്റെ മഹത്വം എന്താണ് എന്നുള്ളത് അദ്ദേഹം നമുക്ക് കാണിച്ചു തരികയും ചെയ്യുന്നുണ്ട്. ഓക്കെ, വീണ്ടും ആ കഥാകാരൻ എന്തൊക്കെയാണ് അതിൽ വർണ്ണിക്കുന്നത് നമുക്ക് നോക്കാം. ഇന്ന് സ്നേഹം എന്ന വാക്കിന് അല്ലെങ്കിൽ സ്നേഹത്തിന് ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഉണ്ട്. എന്നാലും ആ സ്നേഹത്തിൻ്റെ പരസ്പര ബന്ധം ഇന്ന് എന്ത് ചെയ്യുന്നുണ്ട്? അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പരസ്പര സ്നേഹം ഉണ്ടാവണമെന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മളിൽ അതുമാത്രമല്ല, നമ്മൾ ചങ്ങാതിമാർ അല്ലെങ്കിൽ ബ്രദേഴ്സ്, അതായത് സഹോദരന്മാർ സഹോദരിമാരായിട്ട് സ്നേഹത്തോടെയും ഐക്യത്തോടെയും ജീവിക്കുക എന്നുള്ളതാണ് കഥാകാരൻ നമുക്കിതിലൂടെ ഉണർത്തി തരുന്നത്. അതായത് നമ്മുടെ മുതിർന്ന ആളുകളോട് നമുക്ക് ബഹുമാനം ഉണ്ടാവുകയും അതുപോലെ തന്നെ ചെറിയവരോട് കരുണ കാണിക്കുകയും ചെയ്യണമെന്നാണ് കഥാകാരൻ ഇതിലൂടെ ഉണർത്തി തരുന്നത്. വീണ്ടും അപ്പോൾ എന്തൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ കഥാകാരൻ നമ്മളോട് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ ഈ കഥയിലൂടെ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മളെ പാഠഭാഗത്തിലേക്ക് പോയാലോ? അപ്പോൾ നമ്മളെ പാഠഭാഗത്തിൻ്റെ പേരാണ് ഝട്പട് ഓർ നട്കട്. പാഠഭാഗത്തിൻ്റെ പേര് ഝട്പട് ഓർ നട്കട് എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. എന്നാൽ ഈ കഥ എഴുതിയിരിക്കുന്നത് രമേശ് ഉപാധ്യായി എന്ന ഒരു കഥാകാരനാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? രമേശ് ഉപാധ്യായി എന്ന ഒരു കഥാകാരനാണ് എഴുതിയിരിക്കുന്നത്. ഇവിടെ രമേശ് ഉപാധ്യായിനെ കുറിച്ചിട്ട് കുറച്ച് വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ എല്ലാ വർഷവും നമ്മുടെ ബുക്കിൻ്റെ ബാക്കിൽ ഉണ്ടാകുന്നതാണ്, പാഠത്തിൻ്റെ ബാക്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൊടുത്തു. എന്ത് ചെയ്യുന്നുണ്ട്? രമേശ് ഉപാധ്യായ കാ ജന്മ ഉത്തർപ്രദേശ് മേം ഹുവാ. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. വേ കഹാനി, ഉപന്യാസ്, നാടക്, നുക്കട് നാടക്, ആലോചന ആദി വിധാവുമേം സക്രിയ രഹേ. അതായത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് നാടകങ്ങളും ഉപന്യാസങ്ങൾ, നുക്കട് നാടകവും ആലോചന വിമർശനങ്ങളും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അതിലൊക്കെ സജീവമായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജനനം നോക്ക്, 1 മാർച്ച് 1942, അതായത് 1942 മാർച്ച് 1. ഉൻകാ മൃത്യു 24 അപ്രിൽ 2021 में हुआ. അതായത് 2021 ഏപ്രിൽ 24-ാം തീയതിയാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഇതായിരുന്നു നമ്മുടെ ലേഖകനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് നമ്മളെ പാഠഭാഗങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് നോക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ പാഠത്ത് 2 സഹോദരന്മാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ഒരു വലിയ സഹോദരനെ കുറിച്ചും മറ്റൊന്ന് ചെറിയ സഹോദരനെക്കുറിച്ചും, അതായത് വലിയൊരു ഏട്ടനെക്കുറിച്ചും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? താഴെ കുഞ്ഞനിയനെക്കുറിച്ചുമാണ് പാഠഭാഗത്തിൽ പറയുന്നത്. അപ്പം ഏക്ദാ ഝട്പട്, ആ കൂട്ടത്തിലെ ഒരു ആൺകുട്ടിയുടെ പേര്, അതായത് സഹോദരൻ്റെ പേര് ഝട്പട് എന്നായിരുന്നു. ഏക്ദാ നട്കട്, അതിൽ ഒരാളുടെ പേര് എന്തായിരുന്നു? നട്കട് എന്നായിരുന്നു. നമുക്ക് പേര് കിട്ടി. ഒരാളുടെ പേര് ഝട്പടെന്നും ഓർ ദൂസരാം എന്തായിരുന്നു? നട്കടെന്നും ആയിരുന്നു. ഝട്പട് ബഡാദ, അപ്പോൾ വലിയവൻ ആരായിരുന്നു? ഝട്പടായിരുന്നു. അതായത് ഝട്പടായിരുന്നു വലിയവൻ. നട്കർ ചോട്ട, ആ കൂട്ടത്തിലെ നട്കട് എന്ന് പറയുന്ന കുട്ടിയായിരുന്നു ചെറുത്, ചോട്ട. ഓക്കെ, ബഡ കേവൽ 2 സാൽ ബഡാദ, അതായത് വലിയ കുട്ടിയാകുന്ന അല്ലെങ്കിൽ സഹോദരനാകുന്ന ഝട്പട് 2 സാൽ ബഡാദ, 2 വയസ്സിന് വലിയവനായിരുന്നു. അതായത് 2 വയസ്സിന് മൂത്തവൻ ആയിരുന്നു. ചോട്ട, ചെറിയവനാകുന്ന ആ നടുക്കട് എന്ന് പറയുന്ന കുട്ടി കേവലം 2 സാൽ ചോട്ട, 2 വയസ്സിന് ഇളയവനും ആയിരുന്നു. അതായത്
ചടുപ്പട് 2 വയസ്സിന് മൂത്തവനും നടുക്കട് 2 വയസ്സിന് ഇളയവനും ആയിരുന്നു. दोनों രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു. രണ്ടാളും സ്കൂളിൽ പഠിച്ചിരുന്നു. दोनों സ്കൂൾ മേം പഠിത്തേത് രണ്ടുപേരും സ്കൂളിൽ പഠിച്ചിരുന്നു. ചട്പട് എന്ന കുട്ടി 5वीं में 5ാം ക്ലാസ്സിലും നടുക്കട് എന്ന് പറയുന്ന കുട്ടി 3री में 3ാം ക്ലാസ്സിലുമായിരുന്നു. എത്രയിലാണ് പഠിക്കുന്നത്? ചട്പട് എന്ന് പറയുന്ന കുട്ടി 5वीं में 5ാം ക്ലാസ്സിലും നടുക്കട് എന്ന് പറയുന്ന കുട്ടി 3री में 3ാം ക്ലാസ്സിലുമായിരുന്നു പഠിച്ചിരുന്നത്. ഗർസേ ദോനോം വീട്ടിൽ നിന്ന് രണ്ടുപേരും. ഗർസേ ദോനോം വീട്ടിൽ നിന്ന് രണ്ടുപേർ, അതായത് 2 ഭായിമാരും. ദോനോം ഭായി 2 ഭായിമാരും സാത്ത് ഒരുമിച്ചായിരുന്നു അല്ലെങ്കിൽ ഒപ്പമായിരുന്നു സ്കൂൾ ജാത്തെ സ്കൂളിലേക്ക് പോകുന്നതും. ഓർ അതുപോലെ തന്നെ സാത്ത് ഒരുമിച്ച് തന്നെയായിരുന്നു വാപ്പസ് ഗർ ആത്തെ വീട്ടിലേക്ക് മടങ്ങി വരുന്നു. അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിലേക്ക് വരുന്നതും രണ്ടാളും ഒപ്പമായിരുന്നു അല്ലെങ്കിൽ ഒരുമിച്ച് ആയിരുന്നു. അവർ ഏക് ഗാവ് മേം രഹത്തെ അവർ വില്ലേജിലാണ് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. ഒരു ഗ്രാമത്തിലാണ് അവർ താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേം നെഹീം, എന്നാൽ ഉൻകെ അവരുടെ ഗാവ് മേം ഗ്രാമത്തിൽ നെഹീം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്കൂൾ ഉൻകെ ഗാവ് മേം നെഹീം, സ്കൂൾ അവരുടെ ഗ്രാമത്തിൽ ഉണ്ടായിരുന്നില്ല. ദൂസരെ ഗാവ് മേം ദ, ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിൽ ആയിരുന്നു. അവരുടെ ഗ്രാമത്തിൽ സ്കൂൾ ഉണ്ടായിരുന്നില്ല, അത് മറ്റൊരു ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ആയിരുന്നു. എന്നാൽ അവിടേക്ക് പോകുന്നത് എങ്ങനെയാ? വഹാം തക് അവിടം വരെ അല്ലെങ്കിൽ സ്കൂളിലേക്ക് പൈതൽ ജാന അവർ നടന്നിട്ടാണ് പോയിരുന്നത്. അല്ലെങ്കിൽ അവർക്ക് ആ സ്കൂൾ ഗ്രാമത്തിലില്ലാത്ത കാരണത്താൽ, മറ്റു ദൂരെയുള്ള ഗ്രാമത്തിലായ കാരണത്താൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? നടന്നിട്ട് പോകേണ്ടി വന്നു സ്കൂളിലേക്ക്. ഒന്നും കൂടെ, അവർക്ക് സ്കൂളിലേക്ക് നടന്നിട്ട് പോകേണ്ടി വന്നു. ഓക്കെ, അതുമാത്രമല്ല പൈതൽ ഹി അവർക്ക് നടന്നിട്ട് തന്നെ വാപ്പസ് ആനാ പടുത്താത, തിരിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ടി വരികയും ചെയ്തു അല്ലെങ്കിൽ ചെയ്യേണ്ടി വന്നു. അതായത് അവർക്ക് സ്കൂളില്ലാത്ത കാരണത്താൽ സ്കൂളിലേക്ക് നടന്നിട്ട് തന്നെ പോകേണ്ടി വന്നു. അതുമാത്രമല്ല തിരിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്കും നടന്നിട്ട് പോകേണ്ടി വന്നു. ജാത്തെ സമയ്, അങ്ങനെ പോകുന്ന സമയത്ത്, രാസ്തേ മേം വഴിയിൽ, ജാത്തെ സമയ് പോകുന്ന സമയത്ത്, രാസ്തേ മേം വഴിയിൽ, ഉനേം അവർക്ക്, കൈ ചീസേം പല സാധനങ്ങളും പല വസ്തുക്കളും പല കാര്യങ്ങളും എന്തായിരുന്നു? മിൽത്തീതി കിട്ടുമായിരുന്നു, കാണുമായിരുന്നു അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നു. പോണ സമയത്ത് പോണ വഴിയിൽ പല സാധനങ്ങൾ കാണും, ലഭിക്കും, ഒക്കെ ചെയ്യും. ഓക്കെ, അതിൽ ഒന്നായിരുന്നു പോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബുക്കിലുണ്ട് താലാബ് എന്നാണ്. അതായത് കുഞ്ഞു ഒരു താലാബ്, ഒരു കുളമാണ് പോക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, പോക്കർ മാത്രമല്ല ബർഗദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽമരമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ആൽമരത്തെക്കുറിച്ചൊക്കെ. ബർഗദ് ആൽമരം. അതുപോലെ തന്നെ ഗേത്ത് ഗേത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയലാണ്. ഓക്കെ, ഗേത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വയൽ. അതേപോലെ അവിടെ കൊടുത്തിട്ടുണ്ട് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പിന്നെ തോട്ടങ്ങളാണ്, സാധാ തോട്ടം, തോട്ടം. ഓക്കെ, പിന്നെ അവർ പോണ വഴിയിൽ എന്താ കാണുന്നത്? നാല എന്ന് പറഞ്ഞാൽ തോടുകൾ. ഓക്കെ, അതേപോലെ തന്നെ നദിയും. അപ്പോൾ പോണ വഴിയിൽ കുളം കാണുന്നു, ആൽമരം കാണുന്നു, വയലുകൾ കാണുന്നു, തോട് കാണുന്നു, നദി കാണുന്നു, അല്ലേ? എന്നാൽ സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോഴോ വാപ്പസ് ആനെ പർ ഭി, എന്നാൽ മടങ്ങി വരുമ്പോഴും വാപ്പസ് ആനെ പർ ഭി മടങ്ങി വരുമ്പോഴും രാസ്തേ മേം വഴിയിൽ ഉനേം അവർക്ക് കൈ ചീസേം പല രീതിയിലുള്ള വസ്തുക്കൾ പല സാധനങ്ങളൊക്കെ എന്ത് ചെയ്യായിരുന്നു? മിൽത്തീതി കാണാമായിരുന്നു. അപ്പം എന്തൊക്കെ കണ്ടിരുന്നത്? നദി കാണാമായിരുന്നു, നാല തോട് കാണാമായിരുന്നു, തോട്ടങ്ങൾ കാണാമായിരുന്നു, ഗേത്ത് വയൽ കാണാമായിരുന്നു,
ബർഗദ് ആൽമരം കാണാമായിരുന്നു. ഓർ പോക്കർ കുളം കാണാമായിരുന്നു. സ്കൂളിലേക്ക് പോകുമ്പോൾ ആദ്യം പോക്കർ കാണും, പിന്നെ ബർഗദ് ആൽമരം കാണും, പിന്നെ വയൽ കാണും, പിന്നെ തോട്ടം കാണും, പിന്നെ തോട് കാണും, പിന്നെ നദി കാണും. തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ നോക്കിയാൽ ആദ്യം നദി കാണും, തോട് കാണും, തോട്ടം കാണും, വയൽ കാണും, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബർഗദ് കാണും, അതായത് പിന്നെ കുളവും കാണും. ഇങ്ങനെയായിരുന്നു അവർ സ്കൂളിലേക്ക് വരുന്നതും പോകുന്ന സമയത്ത് അദ്ദേഹം അല്ലെങ്കിൽ ആ 2 കുട്ടികൾ കണ്ടിരുന്നത്. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിയാലോ. ചട്പട്ട് തേസ് തേസ് ചൽത്താത. മൂത്ത കുട്ടിയാകുന്ന 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചട്പട് തേസ് തേസ് ചൽത്താത, വളരെ വേഗതയിലായിരുന്നു നടന്നിരുന്നത്. അതായത് ഭയങ്കര സ്പീഡിലായിരുന്നു അവന് നടന്നിരുന്നത്. എന്നാൽ നട്കട്ട് കുഞ്ഞുകുട്ടിയാകുന്ന നമ്മുടെ നടുക്കടോ ധീരെ ധീരെ, വളരെ സ്ലോ ആയിട്ടുമായിരുന്നു അവൻ നടന്നിരുന്നത്. മറ്റോ നല്ല സ്പീഡിൽ നടക്കുമായിരുന്നെങ്കിൽ ഇവൻ എന്ത് ചെയ്തിരുന്നു, വളരെ സ്ലോയിലായിരുന്നു നടന്നിരുന്നത്. ഝട്പട്ട്, ഈ ഝട്പട് എന്ന് പറയുന്ന കുട്ടി ബർഗദ് നമ്മുടെ ആൽമരം വരെ എന്താണ് എത്തുകയാണെങ്കിൽ തക്ക് പഹൂഞ്ച് ജാത്ത, എത്തുമ്പോൾ, അതായത് ചട്പട് ബർഗദ് തക്ക് പഹൂഞ്ച് ജാത്ത, ഈ ചട്പട് എന്ന് പറയുന്ന കുട്ടി ബർഗദ് മരം വരെ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, തബ് അപ്പോഴേക്കും എന്താകുമായിരുന്നു, നട്കട്ട് പോക്കർ തക്ക് ഹി പഹൂഞ്ച് ജാത്ത. ആദ്യം കുളമാണല്ലോ കാണുന്നത്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആൽമരമാണ്. അപ്പോൾ ഇവൻ ഈ വലിയ കുട്ടിയാകുന്ന ചട്പട് നടന്ന് കുളവും കഴിഞ്ഞ് അപ്പുറത്തുള്ള ആ മരമാകുന്ന ആൽമരത്തിൻ്റെ അടുത്തേക്ക് എത്തിയാലും എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ നടുക്കട് ആ കുളത്തിൻ്റെ അടുത്ത് വരെ എത്താൻ സാധിക്കുന്നേ ഉള്ളൂ. ഓക്കെ, എന്നാൽ ചട്പട്ട് ഭാഗത്തേക്ക് പഹൂഞ്ച് ജാത്ത, അവൻ അവിടെ നിന്ന് പോയിട്ട് ഗേത്തും വയലൊക്കെ കഴിഞ്ഞിട്ട് ഭാഗത്തേക്ക് പഹൂഞ്ച് ജാത്ത, അവൻ എന്ത് ചെയ്തു, തോട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ എന്താണ്, തബ് തക്ക് അപ്പോഴേക്കും നടുക്കട്, നമ്മളെ കുസൃതി കുട്ടനാകുന്ന നടുക്കട് ഗേത്ത് ഹി പഹൂഞ്ച് വാത്തായ, എവിടേക്ക് എത്തണുള്ളൂ, വയലിലേക്ക് എത്തണുള്ളൂ. അവൻ നടന്ന് ആൽമരവും വിട്ട് വയലും കഴിഞ്ഞ് തോട്ടത്തിൻ്റെ അടുക്ക് എത്തുമ്പം നമ്മളെ കുസൃതി കുട്ടനാകുന്ന നടുക്കട് എന്ത് ചെയ്യുന്നുണ്ട്, ആ തോട്ടത്തിൻ്റെ ഇപ്പുറമാകുന്ന വയലിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ, അല്ലെങ്കിൽ എത്താറുണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ജട്പട്ട് നദി തക്ക് പഹൂഞ്ച് ജാത്ത, എന്നാൽ ഈ ചട്പട് എന്ന് പറയുന്ന വലിയ കുട്ടി നടന്ന് എവിടെ എത്തി, നദി വരെ എത്തിക്കഴിഞ്ഞാൽ, ലാസ്റ്റ് കാണുന്നതാണല്ലോ നദി, ആ നദി വരെ എത്തിക്കഴിഞ്ഞാൽ തബ് തക്ക് അപ്പോഴേക്കും നടുക്കട് നാലേ തക്ക് ഹി പഹൂഞ്ച് ഓത്ത, അവൻ എവിടേക്ക് എത്താറുള്ളൂ, ആ തോടിൻ്റെ അടുത്തേക്ക് മാത്രമേ അവൻ എന്താക്കാറുള്ളൂ, എത്താറുള്ളൂ. അല്ലേ, അവൻ ആലോചിച്ച് നോക്ക്. അപ്പോൾ ഈ ചട്പട് നടന്ന് ഒരുപാട് ദൂരേക്ക് എത്തിയാലും ഈ നമ്മുടെ നടുക്കട എന്താവാറില്ല, അവൻ്റെ കൂടെ എത്താറില്ല. അവൻ കുളത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പം കുളത്തിലാറ് ഒരുപാട് ബാക്കിലായിരിക്കും നടുക്കടന്ന്. അവൻ ആൽമരത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നടുക്കട എവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ, കുളത്തിൻ്റെ അവിടെ എത്തിയിട്ടേ ഉണ്ടാവുള്ളൂ. അവൻ നടന്ന് എന്ത് ചെയ്യുന്നു, വയലിൻ്റെ അടുത്തേക്ക് എത്തുമ്പം നമ്മുടെ നടുക്കട എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ആ ആൽമരത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടാവുള്ളൂ. ആ ജട്കട് നടന്ന് തോടിൻ്റെ അടുക്ക് എത്തുമ്പം ഇവനോട് എത്തിയിട്ടുണ്ടാവുള്ളൂ, വയലിൽ എത്തിയിട്ടുണ്ടാവുള്ളൂ. അവൻ നടന്ന് നദീൻ്റെ അടുത്ത് എത്തുമ്പം ജട്കട് എവിടെ എത്തിയിട്ടുണ്ടാവുള്ളൂ, ആ തോട്ടത്തിൻ്റെ അടുത്തേ എത്തിയിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ആ തോടിൻ്റെ അടുത്തേ അവൻ എത്തിയിട്ടുണ്ടാവുള്ളൂ എന്നാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. ഓക്കെ, എന്നിട്ടോ വീണ്ടും പറയുന്നു, മാം കി അല്ലേ, മാം കി ഹിദായത്ത് ദി, അമ്മയുടെ, അല്ലെ മാം കി അമ്മ, മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ, അമ്മയുടെ ഹിദായത്ത് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിർദ്ദേശം. അപ്പം മാം കി ഹിദായത്ത് ദി, അമ്മയുടെ നിർദ്ദേശമായിരുന്നു, അമ്മയുടെ ഓർഡർ ആയിരുന്നു. കി അതായത് ചട്പടിനോട് ചോട്ടെ ബായിക്ക, നിൻ്റെ ചെറിയ സഹോദരനെ അല്ലെങ്കിൽ കുഞ്ഞനുജനെ ധ്യാൻ രഖനാഹെ, നല്ല പോലെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നല്ല പോലെ ശ്രദ്ധിക്കണം. അപ്പോൾ അമ്മയുടെ ആ ഒരു നിർദ്ദേശം എന്തായിരുന്നു, വലിയ മൂത്ത മകനാകുന്ന ചട്പടിനോട്, മോനെ നമ്മുടെ കുഞ്ഞനിയനാകുന്ന നടുക്കണ്ണ നീ എന്ത് ചെയ്യണം, നല്ലപോലെ ശ്രദ്ധിക്കണം. അത് മാത്രമല്ല അപ്പനെ നടുക്കടിനെ അപ്പനെ സാത്ത് ഹി, തൻ്റെ കൂടെ തന്നെ
എന്ത് ചെയ്യണം, രഖ്ന നിർത്തണം. അതായത് ഇതിൻ്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, അവനെ നിർത്തണം കേട്ടോ എന്നൊക്കെ എന്നിരുന്നു അമ്മ ആ കുഞ്ഞു അനിയനെക്കുറിച്ച് ചേട്ടനോട് അല്ലെങ്കിൽ മൂത്ത മോനോട് എപ്പോഴും എന്താക്കുമായിരുന്നു, പറയുമായിരുന്നു. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. ബാക്കിയുള്ളത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ എന്ത് ചെയ്യാം, നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആൻസർ കുറച്ച് ഞാൻ താഴെ ചേർക്കാം, അതെല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, നോക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ഓക്കെ, നമുക്ക് ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ ഈ പാഠം തീർന്നിട്ട് നമുക്കൊരു വീഡിയോ മൊത്തം ചെയ്യാം. ആ വീഡിയോയിൽ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറുകളും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ, സി യു.